അസുലഭ നിമിഷം കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു ഗൈസ്. നിന്റെ ഫാൻ ബോയ്സ് വരുന്നടാ. അപ്പൊ നമ്മള് കൊറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. ഗൈസ്, അസ്രുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു. അപ്പൊ കല്യാണ തിരക്കിന്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ നമ്മൾ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യാം. ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും നമുക്ക് ടൈം കിട്ടിയില്ല. ഇന്നലെ കല്യാണവും കഴിഞ്ഞ് റിസപ്ഷൻ കഴിഞ്ഞ് രാത്രി ട്രെയിൻ കയറിയതാണ് ഗൈസ്. എങ്ങോട്ടേക്കാന്നറിയോ? കോഴിക്കോടുക്ക്. ഗൈസ്, കൊച്ചിയിൽ ചെന്നാൽ ലുലു മാൾ, കൊല്ലത്ത് ചെന്നാൽ ആർ പി മാൾ, കോഴിക്കോട് വന്നാൽ കോഴിക്കോട് വന്നതെന്ന് പറഞ്ഞാൽ മെയിൻ നമ്മുടെ ഒരു യൂട്യൂബർ ആയിട്ടുള്ള നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമാണ് ഗൈസ് ഇന്ന്. മറ്റാരുമല്ല, നമ്മുടെ അൻഷി. നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ കുട്ടികളെ കേന്ദ്രീകരിച്ച് കുറെ വീഡിയോ ഇടുന്ന നമ്മുടെ ഒരു ഫ്രണ്ടാണ്. സോ അൻഷിയുടെ കല്യാണം പ്രമാണിച്ച് നമ്മളിവിടെ കോഴിക്കോട് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫയാസ് ആണ് സ്പോൺസർ ചെയ്ത കാർ. നമ്മളപ്പോ ഈ കാറിലാണ് അൻഷിയുടെ കല്യാണത്തിന് പോകുന്നത്. ഇപ്പൊ നമ്മള് കുറച്ച് സമയത്തേക്ക് ഹൈലൈറ്റ് മോളിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകണം ഗൈസ്. വൈകുന്നേരമാണ് കല്യാണം, അല്ല നിക്കാഹാണ്. വൈകുന്നേരം 4 മണിക്കാണ് പരിപാടി. അപ്പൊ ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് വൈകുന്നേരം വരെ ടൈം ഉണ്ട്. അപ്പൊ അതുവരെ നമുക്ക് കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. കോഴിക്കോട് മെയിൻ ഗൈസ് ഫുഡാണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. പക്ഷെ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടുത്തെ കാലാവസ്ഥ ഫുൾ മഴയാണ്. ഫുൾ മഴ. കൊല്ലത്തെ ഫുൾ വെയിലാണ്. ട്രിവാൻഡ്രം ഏരിയ ഒക്കെ ഫുൾ വറ്റി വരണ്ട കിടക്കാ. ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ മഴ, എവിടെ നോക്കിയാലും വെള്ളം. അതെ. സോ നമുക്ക് ബീച്ചിലോട്ടൊന്നും പോകാനുള്ള ഒരു മൂഡില്ല. എന്തായാലും നമുക്ക് ഹൈലൈറ്റിൽ പോയതിനു ശേഷം എവിടെയെങ്കിലും നല്ലൊരു ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടി അതിലൊരു ഹോട്ടൽ എടുത്ത് റൂം എടുത്തതിന് ശേഷം നമ്മൾ വൈകുന്നേരം പരിപാടിക്ക് ശേഷം നമ്മൾ ഫയാസിനെ കാണാൻ വേണ്ടി, അവൻ ഇപ്പം വർക്കിന് പോയേക്കുവാണ്. അത് കഴിഞ്ഞ് അവൻ എത്തും. അപ്പൊ നമുക്കിനി ഹൈലൈറ്റ് മോളിൽ ചെന്നിട്ടാണ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഹൈലൈറ്റ് മോളിൽ എത്തിയിരിക്കുകയാണ്. ചെറിയൊരു പണി കിട്ടി ഗൈസ്. നമ്മൾ ബിസിനസ് പാർക്കിലാണ് ഇപ്പൊ പാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഫയാസ് മോൻ ഇവിടെ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം B5 കണ്ട് വന്നു കഴിഞ്ഞാൽ ഹൈലൈറ്റ് മോളിലോട്ടുള്ള എൻട്രൻസ് ആണ്. സോ നമുക്ക് B5 ലിഫ്റ്റ് കയറി പോവാം. എന്നിട്ട് ഹൈലൈറ്റ് മോളിന്റെ എൻട്രൻസിലോട്ട് നോക്കാം. ഫയാസ് നമ്മുടെ അടുത്ത് പറഞ്ഞത് -2 ഞങ്ങള് കാർ ഇട്ടത്. അവിടെ നിന്ന് B5 അല്ലേ, B5 വരാനാ പറഞ്ഞു. ഞങ്ങൾ ലിഫ്റ്റ് കയറിയപ്പോ അങ്ങനെ ഒരു ഓപ്ഷൻ ലിഫ്റ്റിലില്ല. അപ്പൊ ചിലപ്പോ ഫയാസ് ഉദ്ദേശിച്ചത് ബേസ്മെന്റ് 5 എന്നായിരിക്കും. ഈ ലിഫ്റ്റില് ഇവിടെ ഉണ്ടാ. ഇവിടെ ഉണ്ട്. ഓ, അപ്പൊ നമ്മൾ കേറി, നമ്മളെ ഓപ്പോസിറ്റ് ലിഫ്റ്റിലാണ് ആദ്യം കേറിയത്. ആ ലിഫ്റ്റ് സൈബർ പാർക്ക് എന്നല്ലേ, അല്ല ബിസിനസ് പാർക്ക്. അത് ബിസിനസ് പാർക്കിന്റെ ലിഫ്റ്റ് ആയിട്ട്. അതാണ് ഈ ചറപറ ആൾക്കാർ വന്നും പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതാണ് ഹൈലൈറ്റ് മോളിലേക്ക് പോകേണ്ട ലിഫ്റ്റ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് -5 ഹൈലൈറ്റ് മോൾ. നമ്മൾ -5 ഫൈനലി ഞങ്ങൾ ഹൈലൈറ്റ് മാളുടെ എൻട്രിയിൽ എത്തി. ഹൈലൈറ്റ് മാൾ നെസ്റ്റോണ്. നമ്മളിതുവരെ നെസ്റ്റോയിൽ കയറി. ഞങ്ങൾ ഇവിടെ ഒരു തവണ വന്നിട്ടുണ്ട് ഗൈസ്. എപ്പോഴാന്നൊന്നും പറയുന്നില്ല. നെസ്റ്റോയിൽ ഒന്ന് കയറി നോക്കണം. ഗൈസ്, സമയം ഇപ്പൊ 10 മണി. ഹൈലൈറ്റ് മാളില് ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല. വിജനതയിൽ പാതി തീർക്കുന്നു. ഇപ്പോഴാണ് മാളൊക്കെ ഒന്ന് തുറന്ന് ഓപ്പണായത്. ഞങ്ങളപ്പ നിന്റെ ഫാൻ ബോയ്സ് വരുന്നടാ. അസ്രുവിന്റെ കൂടെ ഞാൻ പല സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷെ ഉണ്ടല്ല, കോഴിക്കോട് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈമായി ഇങ്ങനത്തെ, അതായത് അസ്രുവിനെ കണ്ടൊക്കെ പൊതിയോ കൊച്ചു പിള്ളേരൊക്കെ. ഇവിടെ സ്കൂൾ ട്രിപ്പ് നടക്കുവാ. പിള്ളേരൊക്കെ വന്നിട്ട് ഭയങ്കര, ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ കാണുന്ന കേട്ടോ. മലപ്പുറത്ത് പിള്ളേർക്ക് ഭയങ്കര സ്നേഹമാണ്. മലപ്പുറം കോഴിക്കോടല്ല, ഭയങ്കര സ്നേഹം പിള്ളേർക്കൊക്കെ. അതിപ്പോ നിങ്ങൾ കണ്ടല്ലോ, അതിന്റെ കുറച്ചാണ് നമ്മളിപ്പോ കാണിച്ചത്. ബാക്കിയുള്ളവരെ നമുക്ക് എടുക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ഓടി വരുന്നുണ്ടോ? ഇതെല്ലാം നമ്മുടെ പിള്ളേരാ.
അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടു ഗൈസ് ഹൈലൈറ്റ് മോളിൽ ഒരു പുതിയ പ്രോജക്റ്റിന്റെ മോഡൽ ഗൈസ്. എന്റെ പൊന്നെ, ഞാൻ എന്റെ ഫസ്റ്റ് ടൈം ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മോഡൽ കാണുന്നത്. കറക്റ്റ് നമ്മുടെ ക്യാമറ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഡ്രോണിൽ നമ്മൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ആ ട്രീസ് ആണെങ്കിലും വാട്ടർ ബോഡി ആണെങ്കിലും പ്ലേ ഗ്രൗണ്ട് ആണെങ്കിലും ആ ഫ്ലാറ്റുകളാണെങ്കിലും ഗൈസ് എന്റെ പൊന്നെ നോക്ക്, വെൽ ഡിഫൈൻഡ് ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയോ റെസിഡൻഷ്യൽ ഏരിയ പ്ലസ് അതിന്റെ അമ്യൂണിറ്റീസ് കാര്യങ്ങൾ ഒക്കെ. അപ്പൊ അതിന്റെ ഒരു മിനിയേച്ചർ സ്കെയിൽഡ് മോഡൽ. ഒരു ആർക്കിടെക്ട് എന്ന നിലയ്ക്ക് എനിക്കറിയാം ഒരു മോഡൽ ഉണ്ടാക്കാൻ എന്ത് പാടുണ്ടെന്ന്. ഈ മോഡൽ കണ്ടിട്ടുണ്ടല്ലോ, സത്യം പറഞ്ഞ ഒരുമാതിരി നമ്മൾ നേരിട്ട് കാണില്ല, അത് കണക്ക് തന്നെ ഫിസിക്കൽ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വന്നപ്പോൾ നമ്മുടെ കുറച്ച് സ്നേഹം നിറഞ്ഞ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. നമുക്ക് അവരെ കാണാം. ഗൈസ്, നമ്മളിങ്ങനെ ഹൈലൈറ്റ് മോളിൽ കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു ഗെയിമിംഗ് സെക്ഷൻ അല്ല, നമ്മുടെ ഈ പിള്ളേർക്കുള്ള ടോയ്സ് സെക്ഷൻ കണ്ടു. അതായത് അതിൻ്റെ ഒരു ഷോപ്പ്. അപ്പം ഞാൻ കണ്ടു, ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്ന മൊണോപോളി. അങ്ങനെ ഞാൻ അവിടെ വന്ന് നോക്കി. മൊണോപോളി ഞാൻ നോക്കിയപ്പോൾ ആദ്യം എടുത്തത് ഞാൻ ഉദ്ദേശിച്ചതല്ല, രണ്ടാമത് ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് ഞാൻ ഉദ്ദേശിച്ച് തന്നെ കിട്ടി. പക്ഷേ 2000 രൂപ ഗൈസ്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫസ്റ്റിനെ വന്നു. സെയിം സാധനം ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പിൽ 1300 ഇവന്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കത്തില്ല, അതങ്ങ് മേടിക്കണം. ഞാനാണെങ്കിൽ അതിനെപ്പറ്റി ഒരു 100 റിസർച്ച് നടത്തിയിട്ടേ ഞാൻ മേടിക്കത്തുള്ളൂ. അപ്പം ഇവൻ എടുത്ത സാധനം ഞാൻ ചുമ്മാ സ്കാൻ ചെയ്ത് ഗൂഗിളിൽ നോക്കിയപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ നോക്കിയപ്പോൾ 1300 രൂപയുള്ളൂ. എന്തിനാ വെറുതെ കാശ് കളയുന്നത്? അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ വിചാരിച്ചു. ഇവൻ്റെ മോണോപോളി വീട്ടിലെത്തും. എന്തിനാ നമ്മൾ കോഴിക്കോടിൻ്റെ മേടിക്കുന്നത്? അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇവിടെ നിന്നിട്ട് ഗൈസ് ഞങ്ങൾക്ക് ഒരു കടയിലും കയറാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സ്കൂളിൽ ഇവിടെ നിന്ന് ടൂർ വന്നിട്ടുണ്ട് മലപ്പുറത്തുനിന്ന്. ഏത് കടയിൽ കയറിയാലും ആരെങ്കിലും ഒരു കൊച്ചു കാണും, എന്നിട്ടൊരു 100 എണ്ണത്തിന് വിളിച്ചോണ്ട് വരും. പിന്നെ ആ കടയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോണം, കാരണം കടക്കാർക്ക് ഇതൊരു ശല്യമല്ല ഇത്രയും പിള്ളേർ ഒരുമിച്ച് വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് പറയും, കുറേ ഗെയിംസ്. അതായത് ഞാൻ കാണിച്ചത് നമ്മൾ ഇപ്പോൾ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എന്താ, മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാണ്ട് ആക്ടിവിറ്റി ക്രിയേറ്റീവ് ടോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട് ഇവിടെ. അതൊക്കെ ഫുൾ ടോയ്സ് ആണ്, പക്ഷെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടോയ്സ്. അതായത് പിള്ളേരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനൊക്കെ പറ്റിയ ടൈപ്പ് ടോയ്സ്. കണ്ട, കാലിഡോസ്കോപ്പ് ഉണ്ടാക്കുക, ടെലസ്കോപ്പ്. അതായത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ കൂടെ നോക്കണം. അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടോ, ഹൈഡ്രോളിക് ഫോക്ക് ലിഫ്റ്റ്, അങ്ങനെ ഫുൾ ഈ ഒരു ഏരിയ ഫുൾ അങ്ങനത്തെ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് മെഗാ സയൻസ്. അതായത് എല്ലാ പിള്ളേർക്ക് നമുക്ക് പൊള്ളാത്ത സാധനങ്ങളും അങ്ങനത്തെ ഇതൊക്കെ ഉള്ള ഒരു സയൻസ് കിറ്റ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ മേടിച്ചു. അപ്പൊ ഞാൻ അസോടത്ത് പറയായിരുന്നു, നമ്മുടെയൊക്കെ പിള്ളേരുണ്ടാവുകയാണെങ്കിൽ ഫോൺ കൈ കൊണ്ട് തൊടിപ്പിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സിന്റെ അമിത സ്നേഹം മൂലം നമുക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മളിവിടെ സ്കൂട്ട് ആവുകയാണ്. വയറ്റിലൊക്കെ ഇവൻ വന്നിട്ട് പിള്ളേരുടെ അടുത്ത് പറഞ്ഞേ പുതിയ ആൾക്കാരൊക്കെ വരും, നമ്മളെ ഫോളോ ചെയ്യാതെ ഇതെന്നൊക്കെ പറഞ്ഞപ്പോ വയറ്റി വന്ന് തൊട്ടിട്ട് യു ആർ പ്രഗ്നന്റ്. ഞാൻ ഉദ്ദേശിച്ചത് പുതിയ ആളെന്ന് പറഞ്ഞ ഫസ്റ്റ്. അപ്പൊ പറയാം നമ്മളിവിടുന്ന് ലീവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പിള്ളേരെല്ലാം കൂടെ നമ്മൾ വന്ന് പൊതിയും. എന്തായാലും ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം നമുക്ക് കോഴിക്കോട് വന്നപ്പോ. മലപ്പുറം പിള്ളേരുടെ സ്നേഹം അയ്യോ സത്യം കേട്ടോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കോഴിക്കോടിന്റെ സ്നേഹം എന്ന് കേട്ടിട്ടുണ്ട്. ഇത് മലപ്പുറത്തിന്റെ സ്നേഹം ഫ്രം കോഴിക്കോട്. അതെ അതെ അതെ, ഭയങ്കര സന്തോഷം. അപ്പം ലുലുവിനെ വെച്ചിട്ട് എനിക്ക് ഇവിടെ വ്യത്യസ്തമായിട്ടൊരു തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, ലുലുവിലാണെങ്കിൽ നമ്മൾ ഫുഡ് മേടിച്ചിട്ട് 3rd floor വരെ ആ ഫുഡ് പിടിച്ച് പോകണം. ഇവിടെ ഇവര് ചെയ്തിരിക്കുന്ന നെസ്റ്റോടെ അകത്ത് തന്നെ ഒരു കൊച്ചു സീറ്റിംഗ് സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ വന്നിട്ട് നല്ലൊരു നമ്മുടെ ഫയാസുമായിട്ട് നമ്മൾ ഇന്ന് ലഞ്ച് കഴിക്കാമെന്നാണ് തീരുമാനിച്ചത്. സോ അതുകൊണ്ട് അതിന് മുന്നേ ചെറിയൊരു സ്നാക്കായിട്ട് നമ്മൾ നെസ്റ്റോയിൽ വന്ന് ബർഗറും കട്ട്ലറ്റും മേടിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അടിപൊളിയായിട്ട് നേരത്തെ ഫസ്റ്റിനെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാം. പക്ഷെ നമുക്ക് അറിഞ്ഞുകൊണ്ട് ബില്ലിങ് ചെയ്യാൻ വേണ്ടി അങ്ങ് ഫ്രണ്ട് വരെ ശരിക്കും ഇവിടെ തന്നെ നമുക്ക് ബില്ല് ചെയ്യായിരുന്നു. കണ്ടോ, എനിക്കറിയാമായിരുന്നു. ഞാൻ പിന്നെ ഇവൻ ഫോൺ ചെയ്തോണ്ടിരിക്കണതിന്റെ ഇടയിൽ എനിക്ക് പറയാൻ പറ്റിയില്ല. നമുക്കിനി ഇത് കഴിച്ചിട്ട് കാണാം. ഓക്കെ, കോഴിക്കോട് വന്നാ എല്ലാവരും വരുന്നതേ ഫുഡ് കഴിക്കാനാണ്. അപ്പൊ നമ്മുടെ മെയിൻ ടാർഗറ്റിംഗ് ഫുഡാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കാൻ കയറി പാടണ്ട വിചാരിച്ച അസറൂടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഫയാസ് വന്നിട്ടുണ്ട്. ജോലി തിരക്കിനിടയിലും ഞങ്ങളെ കഴിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപരിചിതല്ലേ മമ്മൂട്ടിയുടെ പടം കാണിക്കത്തില്ല. ഇവിടെ എന്താണ് സ്പെഷ്യൽ?
ഇവിടെ എല്ലാം സ്പെഷ്യലാ, എല്ലാം നല്ല ടേസ്റ്റാ. എന്നാലും നീ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്? എല്ലാം ടേസ്റ്റാ. ഫ്രഷ് ഐറ്റം കോഴിക്കോട് വന്ന് എല്ലാവരും ആരും ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കാത്തൊരു ഐറ്റം. എന്തുവാ നമുക്കിനി ഫുഡ് ഓർഡർ ചെയ്തിട്ട് വേണം. ഓക്കെ, ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, എപ്പോഴത്തെയും പോലെ തന്നെ കിടിലം. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മോളിൽ വന്ന ഒരു 3/4 ഡേ നമ്മൾ സ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ നെസ്റ്റോയിൽ പോയി, പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു, പിന്നെ നമ്മുടെ കൂട്ടുകാരൻ ഫയാസുമായി ലഞ്ച് കഴിച്ചു. അതിനുശേഷം നമ്മൾ ഇതാ റൂമിലേക്ക് പോകണം. എന്തിന്? നമ്മുടെ അൻഷിമോൻ്റെ കല്യാണത്തിന് വേണ്ടി ഒന്ന് ഫ്രഷായി അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് പോകാൻ വേണ്ടി. സോ നമുക്കിനി റൂമിലേക്ക് പോകാം. കയറി ഫസ്റ്റ് മോളെ. ഗൈസ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് അൻഷിയുടെ കല്യാണത്തിന്. നമുക്കിനി ഓഡിറ്റോറിയത്തിനകത്തേക്ക് ഇറക്കാം. ഗയ്സ്, ഇങ്ങനെയുണ്ട് എൻ്റെ ലൈക്ക്. നിക്കാഹ് വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ചായ കുടിച്ച് അകത്തേക്ക് കയറിയപ്പോൾ ദേ നിൽക്കും നമ്മുടെ അൻഷിമോൻ. പരിപാടിയൊക്കെ ഇപ്പൊ കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് വന്നത്. അതായത് നിക്കാഹ് കഴിഞ്ഞു. കഴിഞ്ഞ് ഇനി ബ്രൈഡ് സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അവിടെ പോയിരിക്കാം, സ്റ്റേജിൽ പോയിരിക്കാം. അല്ല, സ്റ്റേജിലല്ല, ഓഡിറ്റോറിയത്തിൽ പോയി. ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് നമ്മുടെ അൻഷിമോൻ ബ്രൈഡിനെ കൈപിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റുന്ന ആ അസുലഭ നിമിഷം കാണാൻ വേണ്ടി ഞങ്ങൾ കാത്തിരുന്നു ഗൈസ്. വന്നപ്പോ ഞാനൊരു കാര്യം മനസ്സിലാക്കി. ലിബ്രാസർ വന്നപ്പോ ഫാൻസ് ഇല്ല ഗൈസ്. ഫസ്റ്റിനൊക്കെയാണ് ഗൈസ് ഇപ്പൊ ഫാൻസ് മൊത്തം. ഫോൺ ആക്കണ്ടായിരുന്നു വീഡിയോ. പറ. അപ്പൊ എന്റെ കൊറേ ഫാൻസിനെ കാണാൻ പറ്റി. ഫാൻസ് ബാക്കിയുള്ള പരിചയപ്പെട്ടവരെ പറ. പിന്നെ കൊറേ പേരെ പരിചയപ്പെട്ടിട്ട് കൊറേ പേരെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കല്യാണം കഴിഞ്ഞിട്ട് ഒരു പരിപാടിക്ക് വരുന്നത്. ഇത് ഞാൻ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ട കപ്പിൾസ്. ഞങ്ങളാണ് മെയിൻ ഫാൻസ്. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ വീഡിയോ കണ്ടു. ആ വീഡിയോയിലെ കപ്പിൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അതായിരിക്കും കേട്ടോ. ഓ, അങ്ങനെ ഇപ്പൊ പണി. മുടിയൊക്കെ ഒരുപോലെ ആയിരിക്കും. വേറൊരു കപ്പിൾ, മറ്റേ നൂറനാട് കപ്പിൾ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഈ സന്തോഷ മുഹൂർത്തം ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പൊ നമ്മുടെ കല്യാണം കഴിഞ്ഞു. വളരെ സൂപ്പറായിട്ട് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് 2 പേരാണ് വന്നതെങ്കിൽ അങ്ങോട്ട് 4 പേരായിട്ടാണ് പോണത്. ആ 2 പേരാണ് ഇവർ. നമ്മൾ വീഡിയോ കണ്ടല്ലോ. സോ നമ്മൾ ഞങ്ങൾ 4 പേരും കൂടെ നമ്മൾ ഈ കോഴിക്കോട് ചില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ ചില്ലിങ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടും. സോ അതുവരെ അടുത്ത വീഡിയോ കാണാം.